എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധികാമ്മ വരനോട് പറയണം, കാഞ്ചനയാണ് ഏറ്റവും പറ്റിയ ആള് രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കാഞ്ചന രഞ്ജുവിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടേന്ന് പറയാം. അല്ല, ഇപ്പൊ കാഞ്ചന രഞ്ജുവിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് എന്താ നേട്ടം അമ്മേന്ന് ചോദിക്കണം. എടാ, നേട്ടം എന്താന്നോ, അവളുടെ അസുഖത്തെ കുറിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന നിനക്കറിയാലോ. അല്ലമ്മേ, അത് എടാ, നമ്മൾ രഞ്ജുവിന് ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലല്ലേ ഗീതുവിന് പ്രശ്നം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലല്ലേ അവൾ ആ വീഡിയോസ് ഒക്കെ ഗോവിന്ദനെ കാണിക്കുള്ളൂ. രഞ്ജു സ്വയം മനസ്സാലെ ഇറങ്ങി പോവാണെങ്കിൽ എന്താ കുഴപ്പമിരിക്കുന്നേ. പിന്നെ ഗീതുവിന് നമുക്ക് ഒന്നും ഗീതുവിന് നമ്മളൊന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയാം. അത് ശരിയാ, കാരണം അസുഖവിവരത്തെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിയുമ്പോ രഞ്ജുവിന് മനസ്സിലാവും അവളുടെ ഗോവിന്ദണ്ണ അവളോടുള്ള വെറും ഒരു സെന്റിമെന്റ്സ് മാത്രമാണ്, അതിനപ്പുറം ഒന്നുമില്ല, സ്നേഹമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അതോടുകൂടി അവൾ ഈ വീട്ടിൽ നിന്ന് പൊക്കോളും. അത് മാത്രമല്ല, ആ ശല്യം അങ്ങോട്ട് ഒഴിവായി കിട്ടിക്കോളും എന്ന് പറയാം. കൊള്ളാം, അമ്മയുടെ ഐഡിയ കൊള്ളാം. പക്ഷെ ഇതെങ്ങാനും ഗോവിന്ദണ്ണ അറിഞ്ഞാല് എങ്ങനെ അറിയാനൊന്നും പോകുന്നില്ല മോനെ. നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. വരുണിന് സന്തോഷമായി. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ സർജറി കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വന്നു കഴിയുമ്പം കാത്തിരിക്കുമായിരുന്നു ഗീതവും ഗോവിന്ദനും. ഡോക്ടറോട് എങ്ങനെയുണ്ട് ഡോക്ടറെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ട്യൂമർ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോഴാണ് ഗീതുവിനൊക്കെ ഒരു സമാധാനമായത്. ഇനി പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. അല്ല ഡോക്ടറെ, എപ്പോഴാ വാർഡിലേക്ക് മാറ്റുന്നേ? ഇന്നൊരു ദിവസം അവിടെ കിടക്കട്ടെ. അല്ല, കാണാൻ പറ്റുമോ? അല്ലെ, ബോധം വീണ് കഴിയുമ്പോൾ കയറി കണ്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ദിവസം ഇന്ന് ഐസിയെ കിടന്നിട്ട് പിന്നീട് മാറ്റാന്നൊക്കെ പറയണം. സമാധാനമായി ഗീതുവിന്. അങ്ങനെ ഡോക്ടർ പോയി കഴിയുമ്പോൾ ഗീതു പറഞ്ഞു, വല്ലാത്ത ടെൻഷനായിരുന്നു. ഇപ്പോഴാ ശരിക്കും പറഞ്ഞ ശ്വാസം ഒന്ന് നേരെ വീണേന്ന് പറയാം. ഗോവിന്ദ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കത്തില്ല ഇല്ലെന്ന്. അല്ല, ഇനിയിപ്പോ കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും ട്യൂമർ ഉണ്ടാകുവേ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ. നമുക്ക് അമ്മേനെ വേണ്ട പോലെ പരിചരിക്കുവാണെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മയുടെ ആയുസ് നീട്ടി കിട്ടിയതാ, ഇനി അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഗീതുവിനെ ചേർത്ത് പിടിക്കുവാണ് ഗോവിന്ദ്. ഗീതുവിന് മനസ്സിലായി ഗോവിന്ദാണ് തന്നെയും തന്റെ അമ്മേനെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ സമയത്ത് കാഞ്ചന രഞ്ജുവിനെ കൊണ്ട് ഒരു മുറിയിലേക്ക് എല്ലുവാണ്. ആ മുറിയിലാണെങ്കിലോ ഇരുട്ടും അതോടൊപ്പം തന്നെ ഭയങ്കര പൊടിയും കാര്യങ്ങളും എല്ലാമായിരുന്നു. അങ്ങനെ ആ മുറി കാണിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതെ, ഇന്ന് മുതൽ രഞ്ജുപ്പാപ്പയുടെ മുറി ഇതാന്ന് പറയാം. പെട്ടെന്ന് രഞ്ജു ചോദിച്ചു, ഈ മുറിയോ? അതെ അതെ, രാധികാമ്മ പറഞ്ഞ് ഈ മുറി തരാനാ പറഞ്ഞേ. ഈ മുറിയോ? ഈ മുറി വേണ്ട, മോളിൽ 2 ബെഡ്റൂം ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? അത് വലിപ്പമുള്ള ബെഡ്റൂം ആണല്ലോ, പിന്നെ എന്തിനാ ഈ കുടിസുമുറി എന്ന് ചോദിക്കുക. അയ്യോ, അതെന്താന്ന് പറയട്ടെ, ആ മോളത്തെ ബെഡ്റൂമിലെ ആവി ഉണ്ടെന്ന് പറയാ. ആവിയോ? അതെന്ത് സാധനം? അതല്ല, ഈ പിശാശ് അതുണ്ടെന്ന്. ഇതൊക്കെയാണ് നിന്നോട് പറഞ്ഞേ? എന്നോട് രാധികാമ്മ പറഞ്ഞേ. ഒരെണ്ണത്തിനകത്ത് ഗോവിന്ദമാമന്റെ അച്ഛന്റെ അടുത്തതിനകത്ത് ഗോവിന്ദമാമയുടെ അമ്മയുടെ പിശാശ്. ഇത് കേട്ടതും രഞ്ജു പറഞ്ഞു, ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞേ? രാധികാമ്മ പറഞ്ഞാന്ന് പറഞ്ഞില്ലേ? ഓഹോ, അപ്പൊ ജീവിച്ചിരിക്കുന്ന ഗോവിന്ദന്റെ അമ്മയുടെ ആത്മാവാണ് അതിനകത്തുള്ളതെന്ന് ചോദിക്കുക. ജീവിച്ചിരിക്കുന്ന അമ്മയുടെയോ? അതെന്താന്ന് പറഞ്ഞെന്നുള്ള കാര്യം കാഞ്ചനയ്ക്ക് മനസ്സിലായില്ല. ഈ സമയത്ത് രഞ്ജു എന്ത് ചെയ്യണം? രഞ്ജു പോയി ലൈറ്റ് ഒന്ന് ഇടുവാണ്. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ലൈറ്റ് തെളിയുന്നും കൂടെ ഇല്ല, അതിങ്ങനെ മിന്നി നിൽക്കുക. അങ്ങനെ ഫാൻ ഇട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരു ശബ്ദത്തോടെ ഫാനും കറങ്ങുവാണ്. ഈ മുറിയാണ് രഞ്ജുവിന് വേണ്ടിയിട്ട് രാധികാമ്മ കൊടുക്കാൻ പറഞ്ഞ്. രഞ്ജുവിന് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ ആയിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. രഞ്ജു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഈ മുറി വേണ്ട, കാരണം എനിക്ക് അത്യാവശ്യം കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്ന മുറി വേണമെന്ന് പറയാം. ഇത് കേട്ടതും കാഞ്ചന പറഞ്ഞു, ഇത് തരാനാ രാധികാമ്മ പറഞ്ഞത്. ഇത് കേട്ടതും രഞ്ജുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഗോവിന്ദാടൻ ഇങ്ങോട്ട് വരട്ടെ. ഗോവിന്ദാടൻ വരുമ്പോ ഞാൻ ചോദിച്ചു നോക്കിയിട്ടുള്ളൂ, 2 ഞാൻ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എന്നിട്ട് ഞാൻ ഈ മുറി താമസിക്കുന്നുള്ളെന്ന് പറയാം. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ചിലർക്ക് ഈ പ്ലാസ്റ്റിക് അമോണിയ ഉണ്ടല്ലോ. പ്ലാസ്റ്റിക് അമോണിയ? അതേന്നെ, അതൊരു വലിയ രോഗമാ. ഈ പ്ലാസ്റ്റിക് അമോണിയ വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല എന്നാ പറഞ്ഞേ. ഈ വീട്ടിലൊരാൾക്ക് അതുണ്ട്. അതെ, ആ രോഗം വന്നാ അയാൾ മരിച്ചോണ്ടിരിക്കുവെന്ന് പറയാ. ഈ സമയത്ത് ഗീതു അയാളുടെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നേ. കാരണം ഗീതു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സംസാരം കേൾക്കുന്നത്. പെട്ടെന്ന് പ്ലാസ്റ്റിക് അമോണിയെന്ന് അതും പറയുന്ന ആള് ആരാ? കാഞ്ചന പറയുന്നത്. അപ്ലാസ്റ്റിക് അമോണിയ എന്ന് പറഞ്ഞ പക്ഷേങ്കില് അല്ല, അപ്ലാസ്റ്റിക് അമീബിയ എന്ന് പറഞ്ഞ പക്ഷേങ്കില് പ്ലാസ്റ്റിക് അമോണിയ ആയി പോയത്. എന്ത് ചെയ്യാൻ പറ്റും? കാഞ്ചനയുടെ മനസ്സിൽ അങ്ങനെയാണ്. രാധികാമ്മ പറഞ്ഞു വിട്ട കാര്യമാണ്. പക്ഷെ പറഞ്ഞപ്പോ തിരിഞ്ഞുപോയത്. രഞ്ജുവിന് കാര്യം എന്താന്നോട്ട് മനസ്സിലായതുമില്ല. ഇത് കേട്ടപ്പം ഒരു കാര്യം ഗീതുവിന് ഉറപ്പായി. കാരണം രാധികാമ്മ പറഞ്ഞു വിട്ടിട്ടാണ് കാഞ്ചന ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം രഞ്ജുവിന്റെ രോഗത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ടാ. അപ്പൊ രഞ്ജുവിനെ എങ്ങനെ തകർക്കുക രാധികാമ്മയുടെ ലക്ഷ്യം.
അതൊരിക്കലും അനുവദിച്ചുകൂടാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗീതു അങ്ങോട്ട് അകത്തേക്ക് വന്നിട്ട് ഈ സമയം രഞ്ജു പറഞ്ഞു, ഇതെന്താ ഈ കാഞ്ചന പറയുന്നേ? പ്ലാസ്റ്റിക് അമോണിയോ? അതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം. അതെ അതെന്താന്ന് പറയട്ടെ. അതെ, നമ്മളൊക്കെ ഒന്നും അറിയത്തില്ല, അത് കാഞ്ചനയ്ക്ക് മാത്രം എടുത്തുള്ളൂ. കാഞ്ചനയ്ക്ക് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി കാഞ്ചനയ്ക്ക് പതുക്കെ പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങോട്ട്. ഈ സമയം രഞ്ജു ആലോചിക്കാം, ഈ പ്ലാസ്റ്റിക് അമോണിയ അതെന്ത് സാധനമാന്ന്. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി പാട്ടൊക്കെ പാടി പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ മുട്ടുകാലിയേറ്റ് ഒറ്റ നമുക്ക് തന്നാണ്ടല്ലോ വയറ് നോക്കിന്ന് പറയണേ. എന്തിനാ ഗീതു പാപ്പ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ നിനക്ക് അറിയത്തില്ലല്ലേ? നിങ്ങളിപ്പോ എന്താ പറയാൻ പോയത് അവളോട്? അവളുടെ അസുഖവിവരത്തെ കുറിച്ചല്ലേ എന്ന് ചോദിക്കണം. അല്ല പിന്നെ ഞാനിത് സത്യം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ചെയ്തേന്ന് ചോദിക്കുക. അല്ല, ഞാൻ സ്വന്തമായിട്ട് പറയാൻ പോയതല്ല, രാധികാമ്മ എന്നോട് പറഞ്ഞേ അതിനെ കുറിച്ചൊക്കെ പറയണമെന്ന്, ആ അസുഖത്തെ കുറിച്ച് പറയണമെന്ന്. ഇത് കേട്ടോണ്ട് രേഖ അങ്ങോട്ട് വന്ന രേഖയ്ക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ. ഈ സമയം ഗീത പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ പെട്ടിയും കിടക്കയൊക്കെ എടുത്തോളാൻ പറയാണ്. എന്തിന്? ഇനി നിങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോയേക്കല്ലെന്ന് പറയണം. നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയില്ലെന്ന് പറയാം. അയ്യോ ഗീത പാപ്പ അങ്ങനെയൊന്നും പറയല്ലേ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ ഞാൻ എങ്ങോട്ട് പോകാനാ? എനിക്ക് വേറെ പോകാൻ ഒരു ഇടവില്ലെന്ന് പറയാം. അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ നിങ്ങൾ ഇവിടുന്ന് പോന്നേ. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ. നിങ്ങളോട് ഇവിടെ എല്ലാരും പറഞ്ഞിരിക്കുന്ന കാര്യല്ലേ, ഗോവിന്ദാണ് പറഞ്ഞിരിക്കുന്ന കാര്യല്ലേ, ഇതൊരു കാരണവശാലും രഞ്ജു അറിയരുതെന്ന്. എന്നിട്ടോ അതോടെ നിങ്ങളിപ്പോ എന്താ കാണിക്കാൻ പോയത്? അല്ല, രാധേയമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽപ്പുണ്ടാവില്ല. അറിയാലോ, നിങ്ങൾ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറയാം. ഈ സമയം രേഖ വരെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം രാധികാമ്മ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പോഴാണ് രഞ്ജു അങ്ങോട്ട് വരുന്നത്. രഞ്ജു വന്നിട്ട് ഗീതുനോട് ചോദിച്ചു, അല്ലെ ഗീതു, ഈ പ്ലാസ്റ്റിക് അമോണിയ എന്താന്ന് ചോദിക്കണം. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാ. ഇത് കേട്ട ഗീതു പറഞ്ഞു, ഓ പ്ലാസ്റ്റിക് അമോണിയ, നമ്മൾ ഈ അമോണിയൊക്കെ ഈ മീനിനകത്തേക്ക് അമോണിയ ഇടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതാണോ ഇനി? ആ അത് തന്നെ. അല്ല, അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? പ്ലാസ്റ്റിക് അമോണിയ ഒരു അസുഖമാണോന്ന് ചോദിക്കാം. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അത് പറഞ്ഞ ആള് കാഞ്ചനയ്ക്കല്ലേ, കാഞ്ചനയോട് തന്നെ ചോദിച്ചു നോക്ക് കാര്യം എന്താന്നുള്ള കാര്യം. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, അല്ല അത് പിന്നെ വന്ന് രഞ്ജി പാപ്പ, ഈ പ്ലാസ്റ്റിക് അമോണിയ എന്ന് പറഞ്ഞാലേ ഈ കടലിനകത്തേക്ക് ഒത്തിരി പ്ലാസ്റ്റിക് ചെല്ലുന്നുണ്ടല്ലോ. അങ്ങനെ ചെന്ന് കഴിയുമ്പോ മീനൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് തിന്നും. ആ മീനെ ഇങ്ങനെ ചത്ത് കഴിയുമ്പോൾ നമ്മള് അതിനകത്ത് മൊത്തം അമോണിയ ഇട്ട് നമുക്ക് കൊണ്ട് തരും. അങ്ങനെ തന്നു കഴിയുമ്പോ വലിയ അസുഖം പിടിക്കും. ആ അസുഖത്തിന് പറയുന്ന പേരാണ് ഈ പ്ലാസ്റ്റിക് അമോണിയ. രഞ്ജുവിന് വന്നിട്ട് ശരിയായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ഈ സമയത്ത് രൂക്ഷമായിട്ടൊന്ന് നോക്കുന്നുണ്ട് ഗീതു കാഞ്ചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. കാരണം കാഞ്ചന തന്നെ വേണം ഈ പ്രശ്നം പരിഹരിക്കാണ്ട്, വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോഴാണ് ഗോവിന്ദന്റെ വരവ്. ഗോവിന്ദനെ കണ്ടതും പെട്ടെന്ന് തന്നെ രഞ്ജു ചോദിച്ചു, അല്ല ഗോവിന്ദേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കെന്താ ഇവിടെ കിടക്കാൻ നല്ല മുറി പോലും ഇല്ലെന്ന് ചോദിക്കാം. അതെന്താ രഞ്ജു നീ അങ്ങനെ പറഞ്ഞു? നിങ്ങൾ നോക്കിയേ, കാറ്റും വെളിച്ചവും കിടക്കാത്ത ഒരു മുറിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ മുറി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാം. ഓഹോ, നീ എന്തിനാ അവിടെ പോയി കിടക്കണേ? നിനക്ക് മോളിൽ 2 ബെഡ്റൂം ഉണ്ടല്ലോ, അതും വലിയ ബെഡ്റൂം. ഇത് കേട്ടതും രഞ്ജു പറഞ്ഞേ, ആ മുറി കിടക്കാൻ പാടില്ലെന്നാ പറഞ്ഞേ. അവിടെ ഏതാണ്ട് പിശാശുബാധ ഉണ്ടെന്ന്. പിശാശുബാധയോ? നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? ഇത് കാഞ്ചനയ്ക്കാ പറഞ്ഞെന്ന് പറയാ. കാഞ്ചന പെട്ടെന്ന് പറഞ്ഞു, അല്ല അത് പിന്നെ ഗോതമ്മാമ, അവിടെ ഒരു മുറിക്കകത്ത് ഗോതമ്മാമ്മയുടെ അച്ഛന്റെ പ്രേതം, മറ്റേ മുറിക്കകത്ത് ഗോതമ്മാമ്മയുടെ അമ്മയുടെ പ്രേതം, അവർ 2 പേരും ഉണ്ടെന്ന്. ഇതൊക്കെ ആരാ കാഞ്ചന നിന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുക. എന്നോട് പറഞ്ഞ് രാധികാമാമ എന്ന് പറയണേ. അമ്മയോ? അമ്മ എന്തിനാ ഇങ്ങനെ പറയണേ? ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി ഗോവിന്ദന്. അപ്പോഴാണ് നമ്മുടെ പ്രിയയുടെ വരവ്. പ്രിയ അങ്ങോട്ട് വന്നു. പ്രിയ വന്നിട്ട് ചോദിച്ചു, അല്ല ഗോവിന്ദൻ, ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ, ഇവിടെ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വലിച്ചു വരുത്തിയെന്ന് ചോദിക്കാം. എന്താ പ്രിയ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതെ, ഇവൾക്ക് കിടക്കാണ്ട് ഇപ്പൊ വലിയ മുറി വേണം പോലും. അത് എന്റെ മുറി, ഞാൻ എന്റെ മുറി വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എന്റെ മുറി എന്നല്ല, എന്റെ ഒരു വസ്തുക്കളും കൊടുക്കാൻ പോകുന്നില്ല. ഇത് കേട്ടും ഗോവിന്ദൻ, നീ എന്തൊക്കെയാ പ്രിയമോൾ ഇങ്ങനെ പറയണേ? അതെ, ഇവളിങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എനിക്ക് എന്താണെന്നറിയാം. ഗോവിന്ദനെ സ്വന്തമാക്കാൻ വേണ്ടി വന്ന ഗോവിന്ദന് ഇവൾ അനീതിയാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് പോയി ചാകാനാ തോന്നിയത്. പിന്നെ ഞാന് അല്ല സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയതെന്ന് പ്രിയ പറയാം. രഞ്ജു പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? ഇത് കേട്ട പ്രിയ പറഞ്ഞു, നീ വെറുതെ എന്നോട് തർക്കിക്കാൻ വരണ്ട, എന്റെ മുറി നിനക്ക് തരാൻ പോകുന്നില്ലെന്ന് പറയാം. ഗോവിന്ദൻ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് കയറുന്ന പോലെ തോന്നി. അല്ലെങ്കിൽ തന്നെ ആശുപത്രിയിൽ 100 കൂട്ടം പ്രശ്നങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ സമയത്താണ് ഇവരുടെ വഴക്ക്. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, എന്താ പ്രിയമോള് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവര് ഗസ്റ്റ് അല്ലേ, അപ്പൊ അവൾക്ക് നല്ല മുറി കൊടുക്കണ്ടെന്ന് ചോദിക്കാം. നല്ല മുറി കൊടുക്കേണ്ട ആവശ്യം എന്താ? അവൾക്ക് ആ മുറി കിടന്നാൽ എന്താ കുഴപ്പം? പിന്നെ എന്റെ മുറി ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞെന്ന് പറയണം.
ഈ സമയം ഗോവെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, ആ മോളത്തെ മുറി കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ കാഞ്ചന, അതിനകത്തല്ലേ പേയും പിശാശും ഒക്കെ ഉള്ളത്, പിന്നെ എങ്ങനെയാ ആ മുറി കൊടുക്കണമെന്ന് ചോദിക്കോ. നിന്റെ ഒരു പേയും പിശാശും ഇവിടെ മനുഷ്യന് സമനില എത്തുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ഈ സമയം രഞ്ജു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നാൾ ഈ കുടിസ് മുറി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാ. ഈ കുടിസ് മുറി കിടന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും പറയാ. ഗോവിന്ദന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. ഗോവിന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരും കൂടെ എന്നെ ഒരു കാര്യം ചെയ്യാം, വലിച്ചു കീറി പപ്പാതി അങ്ങോട്ട് വീതം വെച്ചെടുക്കുക. ഇപ്പൊ ഞാനാണല്ലോ നിങ്ങളുടെ രണ്ടുപേരെ പ്രശ്നം. എന്നെ കാണുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ. ഗോവിന്ദൻ വല്ലാത്ത ദേഷ്യം വന്നു. ഗോവിന്ദ് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നേ? ഒരു ചെറിയൊരു വൈറസ് മതി നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാനായിട്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളെ ക്യാൻസർ വാർഡിലേക്ക് ചെന്ന് നോക്ക്. അവിടെ ചെന്ന് കുറച്ച് നിമിഷം നിന്ന് നോക്കുമ്പോഴത്തേനും അറിയും നിങ്ങൾ എന്തിനു വേണ്ടി ഈ അഹങ്കാരം കാണിക്കണേന്ന്. ഈ അഹങ്കാരമൊക്കെ ഒന്നും അല്ലെന്ന്. അവിടെ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കുമ്പോൾ കാണാം ഒത്തിരി ആൾക്കാർ മരിച്ചു പോകുന്ന ആ ഒരു രംഗമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അഹങ്കാരമൊക്കെ ഒന്നല്ലാതെ ഇല്ലാതായി തീരും. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു വാർഡിൽ നിന്ന് ഒരാളുടെ സർജറി കഴിഞ്ഞ് ഇറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ഗീതുവിന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല കാര്യം എന്താന്ന്. പെട്ടെന്ന് രേഖ ചോദിച്ചു, എന്താ ഗീതു, ആർക്കാ അസുഖം, ആർക്കേ ക്യാൻസർ? ഗോവിന്ദൻ എന്താ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗീതു പറഞ്ഞു, ക്യാൻസർ എന്റെ അമ്മയ്ക്കാന്ന് പറയാണ്. ഇത് കേട്ടത് രേഖയെ മാത്രമല്ല പ്രിയയിലും രഞ്ജുവിലും എല്ലാവരുടെയും ഒരു ഞെട്ടലുണ്ടായി. ലോകം മുഴുവൻ കീഴടക്കുമെന്ന് പറഞ്ഞ് നടന്ന അമ്മയാ ഇപ്പം അമ്മേനെ ഒന്ന് കാണണമെന്ന് പറയണം. ഇതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗീതു അകത്തേക്ക് കയറി പോവാണ്. ഗീതുവിന് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പുറമായിരുന്നല്ലോ ആ കാര്യം. പിന്നീട് രാധികാമ്മ മുറിയിൽ നിൽക്കുന്ന സമയത്താണ് പ്രിയ അങ്ങോട്ട് കയറി ചെല്ലുന്നേ. പ്രിയ എന്നിട്ട് രാധികാമ്മയോട് പറഞ്ഞു, അമ്മേ, അതെ അമ്മയെപ്പോലെ തന്നെയല്ലേ വിനോദിന്റെ അമ്മ എനിക്കും. അല്ല അതിനിപ്പോ എന്ത് പറ്റി? അല്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്നാ വിനോദിന്റെ അച്ഛനും പറയണേ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണോന്ന് പറയാം അവർക്ക് വേണ്ടിയിട്ട്. ഈ സമയം ഗീതു അങ്ങോട്ട് വന്നു. ഗീതു വന്നിട്ട് രാധികാമ്മയോട് പറഞ്ഞു, രാധികാമ്മേ, അല്ല രഞ്ജുവിന് എന്താ ആ കുടിസുമുറി കൊടുത്തേ? രഞ്ജു നമ്മുടെ ഈ വീട്ടിലെ ഗസ്റ്റ് അല്ലേ, അവൾക്ക് നല്ല റൂം തന്നെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുക. ഈ സമയം അങ്ങോട്ട് കാഞ്ചന രേഖയും കൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, അത് പിന്നെ മോളത്തെ മുറി ഉണ്ടല്ലോ, മോളത്തെ മുറി വേണേ കൊടുക്കാലോ എന്ന് പറയാം. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, അതിനകത്ത് പ്രേതമൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുക. രാധികാമ്മ ആകെപ്പാടെ പെട്ടുപോയി. രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. കാഞ്ചന ഇത് വിളിച്ചു പറയുന്നു അറിയത്തുമില്ലായിരുന്നല്ലോ. പിന്നീട് ഗീതു പറഞ്ഞു, രാധികാമ്മേ, രഞ്ജുവിന് നല്ല മുറി തന്നെ കൊടുക്കണം. ഇനിയിപ്പോ രാധികാമ്മയ്ക്ക് അങ്ങനെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഈ സമയം രേഖ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വരണ്ടേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ വേണം ഞങ്ങളുടെ മുറി കൊടുക്കാന്ന് പറയാം രഞ്ജുവിനോട്. അതിന്റെ ഒന്നും ആവശ്യമില്ല രേഖേച്ചി, എന്റെ ഗോവിന്ദന്റെ മുറി കൊടുക്കാൻ സമ്മതമായിരുന്നു, പക്ഷെ അതിന്റെ ആവശ്യമില്ലല്ലോ, അല്ലാതെ വലിയ വലിയ മുറികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാം. അല്ലേ രാധികാമ്മ, ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ എന്ന് ചോദിക്കുക. രാധികാമ്മ ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. രാധികാമ്മ പെട്ടെന്ന് പറഞ്ഞു, അല്ല മോളത്തെ മുറി കൊടുക്കാലോ. അത് ശരിയാകത്തില്ല, അവിടെ രഞ്ജുവിന് കിടക്കാൻ നല്ല പേടിയുണ്ട്, അല്ലേ രഞ്ജു എന്ന് ചോദിക്കണം. എന്നിട്ട് രഞ്ജുവിനെ കണ്ണടച്ച് കാണിക്കുക. രഞ്ജുവിന് മനസ്സിലായി. രഞ്ജു പെട്ടെന്ന് പറഞ്ഞു, ശരിയാ, എനിക്ക് ആ മുറിയിൽ കിടക്കാൻ പേടിയാ, അവിടെ പ്രേതവും പിശാശും ഒക്കെ ഉള്ളതല്ലെന്ന് ചോദിക്കുക. ഈ സമയം രാധിക പറഞ്ഞു, പിന്നെ എന്നെ ചെയ്യാനാ, പിന്നെ അവിടെ മുറിയില്ലോ എന്ന് പറയാ, രഞ്ജു അവിടെ തന്നെ കിടക്കട്ടെ. പെട്ടെന്ന് ഗീതു പറഞ്ഞു, എനിക്ക് കണ്ണേടിന് ഒരു വീഡിയോ ഒന്ന് കൊടുക്കാണ്ടായിരുന്നു, ഒരു വീഡിയോ അയച്ചു കൊടുക്കാണ്ട്, ഞാൻ ഒരു വീഡിയോ അയച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ഇങ്ങനെ കാണിക്കുക. രാധികാമ്മയ്ക്ക് മനസ്സിലായി ഇവള് തന്നെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള കാര്യം. എന്തേലും ചെയ്യാൻ പറ്റുമോ? ഈ സമയം ഗോവിന്ദ് അങ്ങോട്ട് വരുന്നേ. അപ്പൊ രാധികാമ്മയുടെ മുഖത്ത് നോക്കി ഗീതു ഈ വീഡിയോ കാണിക്കട്ടെ എന്നങ്ങ് ചോദിക്കുകയാണ്. രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അല്ല രഞ്ജുവിന്റെ മുറിയുടെ കാര്യത്തിൽ എങ്ങനെയാ? രാധികാമ്മയല്ലേ ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ, കാർന്നോത്തിയല്ലേ രാധികാമ്മ പറയാണ്. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, താഴത്തെ ബെഡ്റൂം വലുത് എന്റേതാണല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ മുറി കൊടുത്തോളാം, ഞാൻ മുകളിൽ എവിടെയെങ്കിലും പോയി കിടന്നോളാന്ന് പറയണം. ഇത് കേട്ടത് ഗീതുവിന് സന്തോഷമായി. രാധികാമ്മ പെട്ടു നിൽക്കുകയാണ്. പ്രിയയ്ക്കാണെങ്കിൽ എന്താ അമ്മ ഇങ്ങനെ പറയണേന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ പ്രിയ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.